ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? കുറേ നാളിന് ശേഷം ഞാൻ ഒന്നും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു യാത്രയിലാണ്, അതിൻ്റെ വിശേഷങ്ങളെല്ലാം പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. പ്രതീക്ഷിക്കാണ്ട് പെട്ടെന്ന് എടുത്ത തീരുമാനത്തിൻ്റെ പുറത്ത് നമ്മളൊന്ന് മൂകാംബിക വരെ പോകുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഉച്ച സമയത്താണ് അവിടെ എത്തിയിട്ടുണ്ടായിന്. ഏകദേശം ഉടുപ്പി എത്താനായിട്ടുണ്ടായിനെ. അങ്ങനെ നമ്മളിതാ ഏതൊരു ഹോട്ടലിലെല്ലാം കയറി നല്ലൊരു വെജിറ്റേറിയൻ ഫുഡെല്ലാം കഴിച്ചിട്ടുണ്ടായിനെ. അങ്ങനെ ഞാനും അമ്മയും കേട്ടോ ഒരുമിച്ചിരുന്നിട്ടുണ്ടായിന്. നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അമ്മേൻ്റെ അടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കിങ്ങനെ ചാരി കിടക്കുക, അമ്മേൻ്റെ മടിയിൽ കിടക്കുക, അങ്ങനെ ഒരു ബെനിഫിറ്റും കൂടിയുണ്ട്. അതുകൊണ്ട് ഞാൻ അമ്മേനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കൂടെ ഇരുന്നാൽ മതിയെന്ന്. അങ്ങനെ അനിയത്തീൻ്റെ ഹസ്ബൻഡും എൻ്റെ മക്കളും പിള്ളേൻസ് എല്ലാവരും ബാക്കിലാണ്. അങ്ങനെ നമ്മൾ ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ടായിനെ. അപ്പോൾ ഇതാ നമ്മൾ ക്യൂവെല്ലാം കുറേ സമയം നിൽക്കേണ്ടിയെല്ലാം വന്നിട്ടുണ്ടായിന്. കുറേ പശുക്കളെ കണ്ട്. നമ്മൾ കേരളം വിട്ട് കഴിഞ്ഞാൽ ക്ഷേത്രങ്ങളും അവിടെയുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെല്ലാം വ്യത്യസ്തമായിട്ടാണല്ലേ. അപ്പോൾ അതെല്ലാം ഇങ്ങനെ കാണാനും അതെല്ലാം ഇങ്ങനെ ക്യാമറയിൽ പകർത്താനും ഒരു രസമാണല്ലേ. അപ്പോൾ ഞാനിതാ പിന്നെ അവിടുത്തെ കുളമാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിന്. നല്ല ഭംഗിയുള്ള ഒരു കുളം, അതിൻ്റെ നടുക്കൊരു ക്ഷേത്രം പോലെ ഒരു സംഭവം. അങ്ങനെ കുറേ സമയം നമ്മൾ ക്യൂ നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിനെ. അങ്ങനെ നമ്മൾ പിന്നെ ഫൈനലി കൊല്ലൂരെത്തിയിട്ടുണ്ട്. നമ്മൾ വേഗം റൂം എടുത്ത് കുളിയെല്ലാം കഴിഞ്ഞിട്ട് ആ ഒരു സന്ധ്യക്കുള്ള ദർശനത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ പോയപ്പാടും ദേവീൻ്റെ പുറത്തെഴുന്നള്ളത്താണ് കേട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കണ്ട് കുറച്ച് സമയം അവിടെ വന്നു. അതിനുശേഷം വേഗം ക്യൂ നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വേഗം റൂമിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മളെ ഡ്രസ്സ്. ആ ഒരു വൈകുന്നേരത്തെ ഞാൻ പിന്നെ സെറ്റ് സാരി സെറ്റും കൊണ്ടൊന്നും എടുത്തിട്ടുണ്ടായില്ല, വെറും ചുരിദാർ മാത്രമാണ്. അങ്ങനെ അമ്മ ഒരു നല്ല അടിപൊളി ചുരിദാറെല്ലാം വാങ്ങിയിട്ടുണ്ടായിനെ, അതെല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ രാവിലെ എണീച്ചു. അടിപൊളി ഒരു സാരിയാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിന്. അനിയത്തീൻ്റെ വകയാണ് കേട്ടോ ഈ ഒരു സാരി ഓളാന്ന് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിന്. പിന്നെ നമ്മൾ റീൽസിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളെല്ലാം കേട്ടോ എടുക്കുന്നത്. പിന്നെ അനിയത്തി നല്ല അടിപൊളി സാരിയിൽ കൊടുത്തിട്ടുണ്ട്. ഓൾ തന്നെയാണ് കേട്ടോ അനിയും സാരിയിൽ ഉടുപ്പിച്ചിട്ടുണ്ടായിന്. പിന്നെ കുറച്ച് മുല്ലപ്പൂവും പിന്നെ ദേവിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ചെറിയ ആരതി പോലത്തെ സംഭവം അതെല്ലാം വാങ്ങിയിട്ടുണ്ടായിന്. മൂകാംബിക ദേവീനെ കാണണമെങ്കിൽ ദേവി വിചാരിക്കണം എന്നാണല്ലേ. നമ്മൾ കുറേ നാളായി ഇങ്ങനെ വരാനിങ്ങനെ പ്ലാൻ ചെയ്യുന്നു, പക്ഷേങ്കിൽ അത് നടക്കലേ ഇല്ല. ഏകദേശം വരാനിങ്ങനെ അതിൻ്റെ ആ ഒരു എന്താ പറയുക ഓക്കെ ആയിട്ടുണ്ടായിന് പോവാന്നുള്ളത്. പക്ഷേങ്കിൽ അതെന്തോ ഒരു കാരണത്താൽ അതങ്ങ് ഒഴിവായിപ്പോയി. അങ്ങനെ കാത്തിട്ടാണ് കേട്ടോ ഇപ്പം റെഡി ആയിട്ടുള്ളത്. സന്ധ്യയ്ക്ക് നമ്മൾ തൊഴാൻ വന്നപ്പോൾ നമ്മൾ കുറേ സമയമൊന്നും ക്യൂ നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിട്ടില്ലേ. പക്ഷേങ്കിൽ ഇതാ ഇന്നത്തെ ദിവസം രാവിലെ ഒരുപാട് നേരം ഏകദേശം 5 മണിക്കൂറോളം നമുക്ക് ക്യൂ നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിനെ. അപ്പം അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിന്. എന്നാലും സാരമില്ല, ദേവീനെ നമുക്ക് അടിപൊളിയായിട്ട് കൺകുളിർക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിനെ. പിന്നെ നമ്മൾ നേരെ വന്നത് മുരുടേശ്വരമാണ്. മുരുടേശ്വരം വന്നപ്പോൾ നല്ല വെയിലാണുണ്ടായിന്. അങ്ങനെ മുരുടേശ്വരം വന്ന് ഭഗവാനെല്ലാം കണ്ട് ഒരു വലിയ ശിലയെല്ലാം കണ്ട് ഈ അമ്പലത്തിൻ്റെ ഉള്ളിലൊന്നും നമ്മളെ കയറിയിട്ടുണ്ടായിട്ടില്ലേ. എന്നാലും ആ ഒരു കാഴ്ചകൾ എന്താ പറയുക അടിപൊളിയേനു. നമ്മളിന്ന് നാട്ടിലോട്ടുള്ള യാത്രയിലാണ്. അതുവഴി അങ്ങനെ എല്ലായിടക്കും കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചാണ്. മുടി ഇങ്ങനെ പാറി കളിക്കുന്നുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നമുക്ക് ഒരു ഭാഗ്യം ഉണ്ടായിന്, കാരണം നമ്മൾ മുരുടേശ്വരം വന്നപ്പോൾ അവിടെ ഉച്ചഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഉച്ചഭക്ഷണത്തിനുള്ള വെയിറ്റിംഗ് ആണ്. ഏടി അന്നദാനം ഉണ്ട് കഴിഞ്ഞാൽ അത് കഴിച്ചില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് അവിടെ ഇരുന്നിട്ടുണ്ട്. വലിയൊരു പ്ലേറ്റെല്ലാം ഒരു അമ്മ ഇതാ ഒരു വലിയ ഇതിൽ ഉന്തി കൊണ്ടുപോകുന്നുണ്ട്. അപ്പം നമ്മൾ അതിൽ നിന്ന് എടുത്തിട്ട് വെള്ളമെല്ലാം കളഞ്ഞിട്ട് അതിൽ തന്നെ വെള്ളം കളയാനുള്ള സൗകര്യമുണ്ട്, അതെല്ലാം കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ ഒരാൾ ഗ്ലാസ് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഗ്ലാസ് തന്നു. പിന്നെ ആദ്യം തന്നെ അവർ വിളമ്പിയത് എന്തോ ഒരു സാധനമാണ്, പായസം പോലത്തെ. പക്ഷേങ്കിൽ അത് ഭയങ്കര ടേസ്റ്റ്, കാണുമ്പോൾ അത് നമുക്ക് ഒരു സെറ്റാവാത്ത പോലെ ഉണ്ട്. പക്ഷേങ്കിൽ അത് ഭയങ്കര ടേസ്റ്റാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
മാങ്ങയും നല്ലൊരു അരിയും എല്ലാം കൂടിയിട്ടുള്ള ഒരു പായസമാണത്. നല്ല ടേസ്റ്റ് ഉണ്ടായിനെ. തേജു വേണ്ടാന്ന് പറഞ്ഞിട്ട് എനക്കാ തന്നിന്. പിന്നെ ടേസ്റ്റ് കണ്ടിട്ട് ആദ്യം എൻ്റെ കയ്യിലെടുത്ത്, പിന്നെ ചോറും ഒരു മമ്പയരും ഉരുളക്കിഴങ്ങെല്ലാം ഇട്ടിട്ടുള്ള ഒരു കറി, പിന്നെ ഒരു വെള്ളം പോലത്തെ ഒരു സാമ്പാർ എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേങ്കിൽ വെള്ളം പോലത്തെ ഒരു രസമാണ്. പക്ഷേങ്കിൽ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അങ്ങനെ എല്ലാവരും കഴിച്ചിട്ടുണ്ട്. തേജുവിന് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഓന് കുറച്ച് കഴിച്ച് ബാക്കിയുള്ളതെല്ലാം എൻ്റെ പ്ലേറ്റിലേക്കാണ് ഇട്ടിട്ടുണ്ടായിന്. അങ്ങനെ മുരുടേശ്വരൻ്റെ ഭഗവാന്റെ ആ ഒരു പ്രസാദം നമുക്ക് കഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മളതെല്ലാം കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ തിരിച്ച് വന്നപ്പോഴാണ് കേട്ടോ നമ്മളൊന്ന് ഓണായത്. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ബസ്സിൽ നിന്ന് ഭയങ്കര ഡാൻസ് കളിയും ഒന്നും പറയണ്ട, നല്ല രസേനു.